നേഷൻ ഫസ്റ്റ് ചാനൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജേന്ദ്രൻ പന്തളമാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ഒരുക്കങ്ങൾ എന്നാണ് തെരഞ്ഞെടുപ്പെന്ന ഡേറ്റ് ഒന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രം മതി. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും അതിൻ്റെ മുന്നൊരുക്കങ്ങളും ആയിക്കഴിഞ്ഞു. സർ, CPM അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇടതുമുന്നണി പിണറായി തന്നെ നയിക്കട്ടെ എന്ന തീരുമാനം അവരുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു കഴിഞ്ഞു. സർ, ആ തീരുമാനം പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. കേരള ഘടകത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അല്ലെങ്കിലും പാർട്ടിയിൽ സീനിയറാണ്. സർ, PB ഇത് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് 2 ടൈം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട പിണറായി. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും പിണറായി വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഒന്നാം ഭരണം കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ വർത്തമാന കാലത്തിൽ അത് കാണുന്നുമുണ്ട്. സർ, അത് പാർട്ടിക്ക് അറിയാത്തതാണോ? അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നയിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് കൊടുക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സിനേറിയയിൽ തോൽവി ഭയക്കുന്നുണ്ട്, LDF ഭയക്കുന്നുണ്ട്. ഒരു ആന്റി ഇൻകംബൻസി അത്ര വലുതാണ്, പിണറായി വിരുദ്ധ വികാരവും അത്ര വലുതാണ്. ഇത് പിണറായിക്കുള്ളൊരു കുരുക്കായിരിക്കുമോ? ബേബി കൂടെ അറിഞ്ഞുകൊണ്ട് PB തയ്യാറാക്കുന്ന ഒരു കുരുക്കായിരിക്കും. പക്ഷേ അയ്യപ്പദാസ് പറയുന്നത് ശരിയാണ്. അടുത്ത കാലം വരെ ഇത് ശരിയായിരുന്നു താൻ. ഇപ്പോൾ പാസ്റ്റ് ടെൻസിൽ പറയണം. കാരണം അതികുശലനായിട്ടുള്ള കുശാഗ്രബുദ്ധിയായിട്ടുള്ള പിണറായി വിജയൻ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു വേലിയേറ്റം കേരളത്തിലുണ്ടായിരിക്കെ തന്നെ അതിനെ മറികടക്കാൻ സമർത്ഥമായ തന്ത്രങ്ങൾ മെനഞ്ഞു. സമർത്ഥമായ തന്ത്രങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ലാസ്റ്റ് മൈൽ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഇദ്ദേഹത്തിനെ ഒരു രക്തസാക്ഷിയാക്കാൻ വേണ്ടി ഇവൻ തന്നെ ചെയ്ത പാപങ്ങളുടെ ഫലം ഇവൻ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള മട്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയായിരുന്നു. ഞാൻ ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ഒടുവിൽ മോഹൻലാലുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എൻ്റെ അമ്മയാണ്. വലിയ പഠിപ്പും പത്രാസമൊന്നും ഇല്ലാത്തൊരമ്മയാണ്, പാവപ്പെട്ട കുടുംബത്തിലെ, ചെത്തുതൊഴിലാളിയുടെ കുടുംബത്തിൽ. ആ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്താണ്? മാർക്സിസം എന്നാണോ പറഞ്ഞത്? ദാറ്റ്സ് ദ പോയിൻറ്റ്. ഉപനിഷത്ത് സൂക്തങ്ങൾ. ആ ഉപനിഷത്തിൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്തു തീരുമാനമെടുക്കുമ്പോഴും ആ സ്വാധീനമുണ്ട്. ഇന്ന് വരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർത്ഥമായിട്ടൊരു ഹിന്ദു കാർഡ് കളിക്കുകയാണ്. പണ്ടില്ലായിരുന്നു കേരളത്തിൽ. ഈ ഹിന്ദു കാർഡിനൊരു വിലയുണ്ട്. ഇപ്പോൾ ഇതിനൊരു മാൻഡേറ്റ് ഉണ്ട്, ഇതിനൊരു വാല്യൂ ഉണ്ട്. പണ്ട് ഇറാൻ്റെ റിയാൽ പോലായിരുന്ന ഇത് ഇന്നിപ്പോൾ കാർഡ് എന്ന് പറയുന്നത് മൂല്യപ്പെട്ട വിശേഷപ്പെട്ട ഡോളർ പോലായിട്ട് മാറിയിട്ടുണ്ട്. ഹിന്ദു കാർഡ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. മഹാമാഘമേളയിൽ നിളാതീരത്ത് നമ്മൾ കണ്ട, തിരുനാവായിൽ നമ്മൾ കണ്ട ആ ഹിന്ദു സർജ് എന്ന് പറയാവുന്ന ഹിന്ദുക്കളുടെ ഒരു മഹാസമുദ്രം നദീതീരത്ത് തീർത്ത സംഭവം കണ്ടു. പത്രങ്ങളൊക്കെ അതിനെ തമസ്കരിച്ചിട്ടും അത് ശ്രദ്ധേയമായിട്ടൊന്നായിട്ട് അൻ എലിഫൻ്റ് ഇൻ ദ റൂമായിട്ട് അത് മാറി. കണ്ടില്ലേ? അത് അവഗണിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് അത് മാറി. ചർച്ച ചെയ്തില്ലെങ്കിലും അന്തിച്ചർച്ചകളിൽ വന്നില്ലെങ്കിലും അത് അതിൻ്റേതായിട്ടൊരു പ്രഭാവം ചെലുത്തിക്കൊണ്ട് ഈ ഹൈന്ദവ ജാഗരണം എന്ന് പറയുന്ന പ്രവൃത്തി വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജാഗരണം എന്ന് പറയുന്നത് ഏതെങ്കിലും വർഗീയതയല്ല. അതിനെ വർഗീയതയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം CPM തന്നെ പണ്ട് കാലത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാറി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ഭാഷയിൽ എന്തെങ്കിലും അടുത്ത കാലത്തായിട്ട് ധനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറുവശത്ത് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ സംഘടനയാണെന്ന് അവർ ആഞ്ഞാഞ്ഞ് പറയുകയാണ്. ശരിയാണ്, ഓഫ് കോഴ്സ്. G. സുധാകരനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമി, എനിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് പാസ്റ്റ്. അത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൂടാതെ ഇപ്പോൾ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു CPM ഗവൺമെൻറ് അങ്ങനെ സംഘടിപ്പിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനേ വയ്യ. EMSൻ്റെ കാലത്തോ AKGയുടെ കാലത്തോ അങ്ങനൊന്നും സംഘടിപ്പിക്കാനേ സാധ്യതയില്ല. അതൊന്ന്. അതുകൂടാതെ ഇപ്പോൾ ഇവർ ഭരണപരമായിട്ട്, ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള കാര്യം. ഇനി ഭരണപരമായിട്ട് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നോക്കൂ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള കമ്മീഷനെ വെച്ചിരിക്കുകയാണ്.
പ്രതീക്ഷാ നിർഭരമാണ് സർക്കാർ ജീവനക്കാർ. സന്തോഷം. കമ്മീഷൻ വെച്ചിട്ടില്ലേ ഉള്ളൂ. അതിന് അതാണല്ലോ പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞത്. അത് സാഫല്യപടയും. കമ്മീഷനെ വെച്ചാൽ ശമ്പളം കൂടുതലെന്ന് 100% ഉറപ്പാണ്. ഒരു കമ്മീഷനും ശമ്പളം ഇന്നുവരെ കുറച്ചിട്ടില്ല, അതേപടി നിലനിർത്തിയിട്ടില്ല സ്റ്റാറ്റസ് കോ. ഏതൊരു ശമ്പള കമ്മീഷൻ വന്നാലും ശമ്പളം കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇവർ തന്നെ ഭരിച്ചാലല്ലേ ആ പറയുന്ന കമ്മീഷന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് വരുത്തുള്ളൂ. അതുകൊണ്ട് ഇവർ തന്നെ വരണമെന്ന് സർക്കാർ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരിൽ ഒരു പ്രതീക്ഷ, അവരിലൊരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന വോട്ടുകൾ ഈ 5.5 ലക്ഷത്തിലൊതുങ്ങുകയില്ല. 5.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും 5 വെച്ച് കണക്കാക്കുകയാണെങ്കിലും അതൊരു 25 ലക്ഷമാകും. അവരെ ആശ്രയിച്ച് കഴിയുന്നവരുൾപ്പെടെ, ഇനി സർക്കാർ ജോലി കാക്ഷിക്കുന്നവരുൾപ്പെടെ. 40 വയസ്സിൽ ഇപ്പോൾ ടെസ്റ്റ് എഴുതാമെന്ന് മന്ത്രിസഭാ യോഗം പുതിയൊരു തീരുമാനമെടുത്തു. ഓർഡർ ആവുമല്ലോ. അത് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്താൽ പിന്നെ ചീഫ് സെക്രട്ടറിക്ക് അത് ഓർഡർ ആക്കാമല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും അത് പ്രഖ്യാപിക്കാം. അത് കേരളത്തിലെ റാങ്ക് ലിസ്റ്റിലെ അവരുടെ പ്രായം കഴിഞ്ഞുപോയി എത്രയോ പേർക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ പ്രായം കഴിഞ്ഞവർക്കും അത് ഉപകാരപ്പെടും. അതല്ലേ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഇൻവാലിഡ് ആയി തീരാവുന്ന പേരുകൾക്കൊരു രക്ഷാകവചമാണ്, രക്ഷാദൗത്യമാണ്. അപ്പൊ കഴിഞ്ഞ സമരം നടത്തിയ ആ പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിലുള്ളവർക്കൊക്കെ തന്നെ ജോലി വാഗ്ദാനം. തീർച്ചയായിട്ടും അവർക്കെല്ലാം പ്രതീക്ഷ നിർഭരമാണ്. ഇന്ന് മാത്രമല്ല, 39 വയസ്സ് ആയവർക്കും ടെസ്റ്റ് എഴുതിയൊന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. എന്ന് വരുമ്പോൾ അതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഇതെല്ലാം വോട്ട് ലക്ഷ്യമാക്കിയുള്ളതാണ്. മനസ്സിലാക്കിക്കൂടെ ജനത്തിനെ? ജനം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ നോക്കൂ. വോട്ട് കിട്ടാനാണോ എന്നുള്ള അവർക്ക് പ്രശ്നമല്ല. നമ്മൾക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നാണ് നിശബ്ദ മഹാഭൂരിപക്ഷം നോക്കുക. മനസ്സിലായില്ലേ? പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത, സജീവ രാഷ്ട്രീയമില്ലാത്ത ഏതൊരാളും ഈ ഗവൺമെന്റിനെ കൊണ്ട് ഒരു ചുണ്ണാമ്പും നടന്നില്ല, ഒരു കുന്തവും നടന്നില്ല. മറിച്ച് ഈ ഗവൺമെൻറ് ഇങ്ങനൊരു കാര്യം ചെയ്തു. നോക്കൂ, UGC പരിഷ്കരണം നടന്നപ്പോൾ എത്രയോ പേരാണ് പറയുന്നത്. പിണറായി വിജയൻ ഒരുത്തനാണ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്നാണ് ഞങ്ങൾക്ക് ഈ ശമ്പളം കൂട്ടി തന്നത്. കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞു. സാർ ഇത് പറയുന്നത് ഇങ്ങനൊരു വാഗ്ദാനം കൊടുക്കുന്നു, ആ വാഗ്ദാന മോഹവലയത്തിൽ ഇവർ വീഴുമെന്നാണ് സാർ. പക്ഷെ താൽക്കാലികമായി അവിടെ ജോലിക്ക് വന്നിരിക്കുന്ന പലരെയും അവർ സ്ഥിരപ്പെടുത്തുന്ന, അവരുടെ പാർട്ടി അംഗങ്ങളെ സ്ഥിരപ്പെടുത്തുന്നതിന് പിൻവാതിൽ നിയമനം നടത്തിയതായിട്ടുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അതെന്തിനാ പിൻവാതിൽ നടക്കുന്ന? മുൻവാതിലിൽ കൂടെ നിങ്ങൾ പാർട്ടിയിലേക്ക് വരാനുള്ള ക്ഷണമാ. അങ്ങനെയാണെങ്കിൽ അല്ല സാർ, അങ്ങനെ ഇപ്പൊ നടത്തിയിരിക്കുന്നവരൊക്കെ തന്നെ ജോലി നിന്ന് പിരിച്ചുവിടും. ആ മാറില്ലേ പുതിയ ആൾക്കാർ വരുമ്പോ? അത് അവർക്കൊക്കെ വേറെ കൊടുക്കാനുണ്ടെന്നിട്ട് അയ്യപ്പദാസ്, അതായത് കിഫ്ബി എന്ന് പറയുന്നവന് എന്തിനാ? പാർട്ടിക്കാരെ അവർ സംരക്ഷിക്കും, ഒരു സംശയമില്ല. വേറെ പണി കൊടുക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ സർവേ നടത്താൻ വേണ്ടിയിട്ട് സർവേയുടെ എതിർവിധി വന്നതിനെതിരെ അപ്പീലുമായിട്ട് പോയിരിക്കുക. ലക്ഷക്കണക്കിന് രൂപ ഫീസും കൊടുത്ത് അവിടെ വരുമ്പോൾ അനുകൂലമായ വിധിയും സമ്പാദിക്കും. ഇപ്പം കേജ്രിവാൾ സമ്പാദിച്ചില്ലേ അനുകൂല വിധി? അതുപോലെ അവർ സമ്പാദിക്കും. കോടതിക്ക് അല്ലെങ്കിൽ വക്കീലിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവർ സമ്പാദിക്കും. സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ആരെയാ കയറ്റുന്നത്? SFIക്കാരനെ അതുപോലെ അവരെ അങ്ങ് ഏൽപ്പിക്കും. അവർക്ക് സന്തോഷം. അവരെന്താ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഐഡന്റിറ്റി കാർഡ് വിട്ട് ഗ്രഹങ്ങൾ സന്ദർശിക്കും. സാർ, അപ്പൊ എന്റെ സംശയം, ഈ താൽക്കാലിക ജോലി നഷ്ടപ്പെടുന്നവർക്കും ഒരു ജോലി ഉറപ്പാക്കി കൊടുക്കുകയും ജോലി ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കാലാവധി കഴിഞ്ഞെന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരും സമയത്ത് ഒരു മോഹ വാഗ്ദാനവും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനപ്പുറം വേറെയുണ്ട് സ്കോപ്പ്. 10-30 പേരെയല്ലേ ഓരോ മന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫിലേക്ക് കയറുന്നത്. എത്ര പേരാ നമുക്കറിയാമല്ലോ. കാര്യവിവരമില്ലാത്ത ആൾക്കാർ. അയ്യപ്പദാസിന് തന്നെ അറിയായിരിക്കും. PSCയുടെ ബോർഡിൽ കയറിയിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ബോർഡിൽ ഒരു വിവരമില്ല. CPMൻ്റെ ഒരു കെയറോവും അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ കെയറോവും കൊണ്ട് കയറി കടന്ന് ഒരു ഉളുപ്പുമില്ലാതെ കയറിയിരിക്കുന്ന ആൾക്കാരില്ലേ? കാര്യവിവരവും ലോകവിവരവും ജ്ഞാനവും ഇല്ലാത്ത CV രാമനെയും CV രാമൻപിള്ളയും തിരിച്ചറിയാത്തവന്മാരെ കയറ്റി വെച്ചിട്ടില്ലേ അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്താണ് പാർട്ടി അഫിലിയേഷനും പിന്നെ അതുപോലെ ജാതി പരിഗണനയും. സാർ, ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാനുണ്ട് സാർ. ഇതുകൂടെ പറഞ്ഞു. അല്ല, ഇതിൽ ഓരോന്നും കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു വിഷ്വൽ വേൾഡിലാണ്, ഡിജിറ്റൽ വേൾഡിലാണ് എല്ലാം കൊണ്ടും. അവിടെ ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും വലിയ താരം കേരളത്തിന്റെ എന്ന് പറയുന്നത് മോഹൻലാലാണ്. ആ മോഹൻലാലിനെ വെച്ചൊരു അഭിമുഖം, ആ അഭിമുഖം കാണുന്ന ആർക്കും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനേ തോന്നുകയുള്ളൂ. അദ്ദേഹം സഹിച്ച യാതനകൾ, വേദനകൾ ഇതെല്ലാം കോരിത്തെരിപ്പിക്കുന്ന വിധത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസർ ആകുന്ന മട്ടിൽ അങ്ങനെ എടുത്തിരിക്കുകയാണ്. അത് വലിയൊരു ചാലക ശക്തിയാണെന്നേ. കോവിഡ് എന്തുകൊണ്ട് 2ാം പിണറായി വന്നു? കോവിഡ് കാലത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു ധൈര്യം, അദ്ദേഹം ഓരോ ദിവസം പത്രസമ്മേളനം നടത്തി ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ടും ധൈര്യം നൽകിക്കൊണ്ടും നടത്തിയത് നിസ്സഹായൻ്റെ അവസ്ഥയിലായിരുന്നില്ല. അതുപോലെയാണ് ചൂരൽമല ദുരന്തം വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത്? എങ്ങനെ ഇത്രയും എക്കലും മണ്ണും അടിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മളെങ്ങനെ വീട് വയ്ക്കും?
അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും? ചൂരൽമല- അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലേ, എന്നെന്താ ഒരു പുഞ്ചിരിയും ചിരിച്ചോണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് കൊടുത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആ ആത്മവിശ്വാസത്തിന്റെ അവിടെ ബലത്തിലാണ് രണ്ടാം സർക്കാർ വന്നത്. ഒന്ന് പറഞ്ഞോട്ടെ സാർ, അവിടെ ഒന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയാൽ ഇട്ടിരിക്കുന്ന പാദരക്ഷയിൽ ചെളി പറ്റുമെന്ന് പറഞ്ഞ് അറച്ചു നിന്നൊരു മുഖ്യമന്ത്രിയുടെ മുഖം ജനത്തിന് ഓർമ്മയുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറയ്ക്കുന്ന, അതിനെയൊക്കെ വെള്ള പൂശുന്ന, ഇപ്പൊ കറുത്ത ഒരു ചായം തേച്ച് നമ്മുടെ ഭിത്തി വൃത്തികേട് നമ്മളൊരു വെള്ള പൂശി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റും? സാറ് പറയുന്നത് അത് കാണാൻ പറ്റില്ല, അത് മറയ്ക്കപ്പെടുന്നു. ഈ PR വർക്കുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാകുമെന്നാണോ? PR വർക്കിന് എത്ര കോടിയാ ചെലവാക്കുന്നറിയാം? അതിനെല്ലാം അനുകൂലമാകുമെന്നാണോ? ജനം TV വരെ കിഫ്ബിയെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്ത, പരസ്യമല്ലേ ഞാൻ പറയുന്നത്, വാർത്ത കൊടുക്കേണ്ട നിവർത്തികേടിലാണ് ജനം TV പോലും. സാർ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഉപനിഷത്തുകളെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, അത് അദ്ദേഹം ബോധപൂർവം പറഞ്ഞത് തന്നെയാണെന്ന്. തീർച്ചയായിട്ടും ആ ഉപനിഷത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഭഗവത്ഗീത അവിടെ ആയോഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചതും അയ്യപ്പനാണല്ലോ, അയ്യപ്പദാസാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുമെല്ലാം ഇത് തന്നെ ഹിന്ദു കാർഡ് പ്ലേ ചെയ്യാണ്. ആ ഹിന്ദു കാർഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വിജയം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഭൂരിപക്ഷം പേരും ഈ CPM നിന്ന് പോയത് ഹിന്ദു കാർഡ് കളിക്കാത്തതുകൊണ്ടാണ് BJPയിലേക്ക് പോയത്. അവരെ കൂടെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ചാണക്യ തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല പിണറായി വിജയൻ. പിടിച്ചടക്കാൻ ശക്തിയുള്ള ഒരു പടക്കുതിര തന്നെയാണ്. അപ്പോൾ സാർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് അവർ വിജയം കയ്യിൽ ഒതുക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ആസൂത്രണങ്ങൾ വിജയിക്കുമെന്ന് നമുക്ക് കരുതാം. കാര്യം മലയാളികൾ അത്ര കണ്ട് പൊട്ടന്മാരാണോ? കാര്യം ഈ പെൻഷനേഴ്സ്, ഈ മോഹന വാഗ്ദാനം, സാർ ഇതെല്ലാം വാഗ്ദാനമല്ലേ? നടക്കുമെന്ന് എന്ത് ഉറപ്പ്? ഇവരെ അനുദിനം മാറ്റി പറയുന്നവരാണ്. അതെ, സമ്മതിച്ചു. പക്ഷെ ഒരു കനുകുലുവിൻ്റെ ബുദ്ധിയെക്കാളും വലിയ ബുദ്ധി കൂർമ്മയാണ് പിണറായി വിജയൻ്റേത്. നമുക്ക് കാണാം. ഏതായാലും സാർ നമുക്ക് നോക്കാം. പിണറായിയുടെ, സാർ പറയുന്ന പോലെ പിണറായിയുടെ കൂർമ്മ ബുദ്ധി, പിന്നെ ഈ പറയുന്ന ഇവരുടെ തമ്മിലുള്ള ആ ഒരു തർക്കം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള തർക്കം എന്ന് പറയുന്നത് പുറമേ കാണുന്നില്ല. അവർക്ക് തികഞ്ഞ പ്രതീക്ഷയാണ്. നമ്മൾ തന്നെ പല ഇടത് നിരീക്ഷകരുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞത് പിണറായിയുടെ മുഖം കണ്ടാൽ ജനം വോട്ട് ചെയ്യില്ല എന്ന്. അത് ഈ പറയുന്ന PR വർക്കിലൂടെ അദ്ദേഹം നേടിയെടുക്കുമോ? മേക്ക് ഓവർ ചെയ്തു കഴിഞ്ഞു. ആ മേക്ക് ഓവർ ഇനി ഈ പറയുന്ന പെൻഷനേഴ്സിന്റെയും സാറ് പറയുന്ന യുവതയുടെയും വോട്ടിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. സാറ് പറയുന്നു ഈ പറയുന്നത് ബെറ്റ് വെക്കാം. ഏതായാലും നമുക്ക് കുറച്ചൊന്ന് കാത്തിരിക്കാം.